ഇസ്രായേലിന്റെ വമ്പൻ മുന്നറിയിപ്പിന് പിന്നാലെ സിറിയയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ച ഇറാൻ. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈനികരെയും മുതിർന്ന കമാൻഡർമാരെയുമാണ് ഇറാൻ സിറിയയിൽ നിന്ന് പിൻവലിക്കുന്നത്. സിറിയയിൽ വിമതസേന പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ ഏറ്റവും തന്ത്രപരമായ തീരുമാനം. നേരത്തെ സിറിയൻ ഭരണകൂടവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഇറാൻ വമ്പൻ സേനയാണ് സിറിയയുടെ പല ഭാഗങ്ങളിൽ വിന്യസിച്ചിരുന്നത്. സിറിയ വഴിയുള്ള ആയുധക്കടത്ത്, തീവ്രവാദത്തിനുള്ള മറ്റ് സഹായങ്ങൾ, ഇതൊക്കെ ചെയ്തിരുന്നത് സിറിയ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ വലിയൊരു വിഭാഗമാണ്. ഈ ക്യാമ്പുകളിലേക്കാണ് ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേലി സേന വ്യോമാക്രമണം നടത്തിയത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ വമ്പൻ മുന്നറിയിപ്പ് ഇറാന് നേർക്കുണ്ടായിരുന്നു. ഇറാൻ സിറിയയിലേക്ക് സൈനികരെ അയക്കരുത്, സിറിയയിലെ ആഭ്യന്തര സംഘർഷത്തിൽ ഇറാൻ ഇടപെടരുത് എന്നായിരുന്നു ഇസ്രായേലിന്റെ വമ്പൻ മുന്നറിയിപ്പ്. അത്തരത്തിൽ സൈന്യത്തെ അയക്കുകയോ അല്ലെങ്കിൽ യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം ചേരുകയോ ചെയ്താൽ അത് ഹിസ്ബുള്ളയ്ക്ക് സഹായകമായി തീരും. അത് ഒരിക്കലും ഇസ്രായേൽ കൈയും കെട്ട് നോക്കിയിരിക്കില്ല. ഇതായിരുന്നു ഇസ്രായേൽ ഇറാന് നൽകിയ മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ സിറിയയിൽ നിന്ന് വർഷങ്ങളായി സിറിയയിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ സൈനികരെ പിൻവലിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഇറാനെ ഞെട്ടിച്ചിരിക്കുന്നു. ഇറാൻ സിറിയയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചിരിക്കുന്നു. ഇതിന് പിന്നിൽ ഒന്ന് രണ്ട് മറ്റ് കാരണങ്ങൾ കൂടി ഉണ്ടാകാം. ഒന്ന്, ആദ്യഘട്ടത്തിൽ സിറിയയിലെ ഔദ്യോഗിക സർക്കാരിന്റെ, ബാഷർ അൽ അസദ് സർക്കാരിന്റെ ഏറ്റവും അടുത്ത ആളുകളായിരുന്നു ഇറാൻ ഭരണകൂടം. ബാഷർ അൽ അസദിനെ പലപ്പോഴും വിമത നീക്കത്തിൽ നിന്ന് സംരക്ഷിച്ചിട്ടുള്ളത് റഷ്യയും ഇറാനുമാണ്. 2016 തന്നെ വിമത നീക്കമുണ്ടായപ്പോൾ അതിനെതിരെ ഔദ്യോഗിക സേനയ്ക്കൊപ്പം നിന്നത് ഇറാൻ സൈന്യവും റഷ്യൻ സൈന്യവുമാണ്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞിരിക്കുന്നു. തുർക്കി പിന്തുണയുള്ള സിറിയൻ സ്റ്റേറ്റ് ആർമി, അതുപോലെ തന്നെ അൽ ഖ്വയ്ദയുടെ മറ്റൊരു തീവ്രവാദ വിഭാഗമായ HTS, ഇവർ ചേർന്നുള്ള ഒരു സംയുക്ത സഖ്യമാണ് വിമതരായി ഇപ്പോൾ സിറിയയിൽ നിലകൊള്ളുന്നത്. ആ വിമത സൈന്യം ഔദ്യോഗിക സൈന്യത്തെ, സർക്കാരിനെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചിരിക്കുന്നു. അവർ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളും ഇതിനകം തന്നെ പിടിച്ചെടുത്തിരിക്കുന്നു. ആദ്യം അലപ്പോ പിടിച്ചെടുത്തു, പിന്നീട് ഹമ പിടിച്ചു. ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ ദാര വിമതസേന പിടിച്ചിരിക്കുന്നു. അലപ്പോയിൽ മാത്രമാണ് വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഇതാ ഹമയും ദാരയും പിടിച്ചപ്പോൾ ഔദ്യോഗിക സേന ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് സിറിയയിൽ കാണാൻ കഴിയുന്നത്. വിമത സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഔദ്യോഗിക സൈന്യം അടിയറ വയ്ക്കുന്നു, സർക്കാരിനെ പിടിച്ചെടുക്കുന്നു, സർക്കാരിനെ അട്ടിമറിക്കുന്നു. ഇനി അധികം വൈകാതെ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് കൂടി വിമത സൈന്യം പിടിച്ചെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സിറിയയിൽ നിന്ന് വരുന്നത്. അത്രത്തോളം ശക്തമാണ് വിമത സേനയുടെ നീക്കം, അത്രത്തോളം കാര്യക്ഷമമായിട്ടാണ് വിമതസേന ഇപ്പോൾ നീക്കം നടത്തുന്നത്. അതേസമയം പ്രതീക്ഷിച്ച പിന്തുണ റഷ്യയിൽ നിന്ന് മാത്രമാണ് സിറിയയ്ക്ക് ലഭിച്ചത്. ഇറാൻ അവസാന നിമിഷം സിറിയയെ കാലുമാറി. ഇറാന്റെ സൈനിക പിന്തുണ ലഭിക്കുമെന്ന് സിറിയ കരുതിയെങ്കിലും ഇറാൻ ആയുധങ്ങൾ നൽകുകയോ സൈന്യത്തെ സിറിയയിലേക്ക് അയക്കുകയോ ചെയ്തില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പരാജയം സിറിയൻ ഔദ്യോഗിക ഭരണകൂടം മുന്നിൽ കാണുന്നത്. അതേസമയം തങ്ങളുടെ നിലവിലുള്ള സൈനികരെ കൂടി സിറിയയിൽ നിന്ന് പിൻവലിക്കുകയാണ് ഇറാൻ. ഇറാന്റെ പദ്ധതി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. സിറിയയിലെ വിമത നീക്കത്തെ പിന്തുണയ്ക്കുകയാണോ ഇറാൻ ചെയ്യുന്നത്, അതോ ഇസ്രായേലിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ, ഇസ്രായേലിന്റെ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ഭയന്ന് തങ്ങളുടെ ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് പിൻവലിക്കുന്നതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വരുന്നില്ല. എങ്കിലും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുതിർന്ന നേതാക്കളും മുതിർന്ന കമാൻഡർമാരും അതുപോലെ കുർദ് കോർപ്സിന്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരും ഇപ്പോൾ സിറിയയിൽ നിന്ന് പലായനം ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പ്രധാനപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥർ വിമാനമാർഗം ടെഹ്റാനിലേക്ക് എത്തി. മറ്റുള്ളവർ ലെബനൻ അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങൾ വഴി ഇറാനിലേക്ക് എത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വമ്പൻ ആഭ്യന്തര കലാപം തന്നെയാണ് ഇപ്പോൾ സിറിയയിൽ നടക്കുന്നത്. സിറിയൻ ഭരണകൂടത്തിനെ അട്ടിമറിക്കുന്ന കാലം വിദൂരമല്ല. സിറിയയുടെ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഒളിവിലാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ബാഷർ അൽ അസദിന് വേണ്ടി വലവിരിച്ചിരിക്കുകയാണ് സിറിയയിലുടനീളം വിമതസേന. അതേസമയം വിമതസേനയുടെ സൈനിക മുന്നേറ്റം ഓരോ ദിവസവും കൂടുതൽ കാര്യക്ഷമമായി മുന്നേറുകയാണ്. അലപ്പോയ്ക്കും ഹമയ്ക്കും ശേഷം ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പട്ടണമായ ദാര കൂടി സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നു. ഇനി ഡമാസ്കസ് ആണ് വിമത സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യകേന്ദ്രം. ഡമാസ്കസ് കൂടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും സിറിയ വിമതപക്ഷത്തിന്റെ കയ്യിലാവും. തുർക്കിയുടെ
പിന്തുണയോടുകൂടിയാണ് ഈ വിമത നീക്കം നടക്കുന്നത് എന്നത് വ്യക്തമാണ്. തുർക്കിയുടെ താല്പര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ വിമതസേന സംരക്ഷിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ ഇടപെടാതെ പരോക്ഷമായി കാര്യങ്ങൾ വീക്ഷിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. നേരത്തെ സിറിയൻ പ്രസിഡന്റായ ബാഷർ അൽ അസദ് ഇസ്രായേലിന്റെ സൈനിക സഹായം തേടിയിരുന്നു. ഇസ്രായേൽ ഈ യുദ്ധത്തിൽ തങ്ങളെ സഹായിക്കണമെന്നായിരുന്നു അസദ് പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു സഹായം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിന് പ്രതിഫലമായി തങ്ങളുടെ രാജ്യത്തുള്ള ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മുഴുവൻ സൈനികരെയും പുറത്താക്കാമെന്നായിരുന്നു ബാഷർ അൽ അസദ് വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഇത്തരമൊരു വാഗ്ദാനം ലഭിച്ചിട്ടും ഈ വിഷയത്തിൽ കാര്യമായ ഒരു പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തങ്ങളുടെ സൈനികരെ സിറിയൻ രാജ്യത്ത് നിന്ന് ഇറാൻ തന്നെ സ്വയം പിൻവലിക്കുന്നത്. എത്രയും വേഗം സിറിയയിലുള്ള മുഴുവൻ ഇറാൻ സൈനികരും തങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം നൽകിയിരിക്കുന്നത്. സിറിയയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയും സർക്കാരിനെ അട്ടിമറിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്ത ഘട്ടത്തിൽ തങ്ങളുടെ സൈനികർക്ക് ജീവന് അപകടമുണ്ടാകുമെന്ന സാഹചര്യത്തിലാണോ ഇറാൻ ഇത്തരമൊരു നീക്കം നടത്തിയത് എന്നത് വ്യക്തമല്ല. അതേസമയം ഇസ്രായേലിന്റെ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ ഭീഷണിയിൽ ഭയന്നാണ് ഇറാൻ സിറിയയിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ചത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. അതേസമയം ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇറാൻ നടത്തുന്നു എന്നുള്ള വാർത്തകളും പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരികയാണ്. സിറിയയുടെ ലെബനോൻ അതിർത്തിയിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണം ഉണ്ടായി. ഇസ്രായേലി വ്യോമസേനയാണ് പലവട്ടം സിറിയൻ അതിർത്തിയിൽ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകുന്നതിനുള്ള നീക്കം നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രദേശത്തേക്ക് ഇസ്രായേൽ വ്യോമസേനയുടെ ആക്രമണം. ഹിസ്ബുള്ള ആയുധങ്ങൾ ശേഖരിക്കാനുള്ള എല്ലാ വഴികളും തേടുകയാണ്. ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ഇപ്പോൾ യഥേഷ്ടം ലഭിക്കുന്നില്ല. സിറിയയിൽ നിന്നുള്ള ആയുധങ്ങൾ ലഭിക്കുന്നില്ല. സിറിയ ലെബനൻ അതിർത്തിയിൽ ശക്തമായ പെട്രോളിംഗ് ആണ് ഇസ്രായേലി സേന നടത്തുന്നത്. അതുമാത്രവുമല്ല, ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അതുപോലെ സാറ്റലൈറ്റ് ഇമേജുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ കൃത്യമായ പരിശോധന ഇസ്രായേൽ നടത്തുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളുമായി ഏതെങ്കിലും വാഹനങ്ങളോ ഏതെങ്കിലും വിമാനങ്ങളോ ലെബനന്റെ പരിധിയിലേക്ക് എത്തിയാൽ, ലെബനന്റെ അതിർത്തിയിലേക്ക് എത്തിയാൽ ആ വാഹനങ്ങളെ കപ്പലുകളെയൊക്കെ ആക്രമിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ രീതി. ദിവസങ്ങൾക്ക് മുൻപ് ഇറാനിൽ നിന്നുള്ള ഇറാന്റെ ഫൈറ്റർ ജെറ്റ് ആയുധങ്ങളുമായി, ഹിസ്ബുള്ളയ്ക്കുള്ള ആയുധങ്ങളുമായി സിറിയയുടെ അതിർത്തിയിലെത്തിയിരുന്നു. സിറിയയുടെ വ്യോമ പരിധി കടന്നിരുന്നു. അവിടെ വെച്ച് തന്നെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആ വിമാനത്തെ തടയുകയും ആ വിമാനത്തെ തിരിച്ച് ടെഹ്റാനിലേക്ക് വിടുകയും ചെയ്തിരുന്നു. അങ്ങനെ അത്രത്തോളം ശക്തമായ ഒരു പെട്രോളിംഗ് ആണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.